ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഷാലോം പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട വത്സല സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദ ബിലവഡ് ഓഫ് ദി ലോർഡ്. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ. 127 സങ്കീർത്തനത്തിൽ 2-ാമത്തെ തിരുലിഖിതം. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഈ വലിയ ആത്മീയ രഹസ്യം നമ്മുടെ ഹൃദയങ്ങളിൽ വേരുവാകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനു വേണ്ടി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് നിറയണമേ. ഈ ആത്മീയ ദൂത് ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്താൻ തക്കവിധം അവിടുന്ന് പ്രവർത്തിക്കണമേ. രോഗികളായ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ദുഃഖിതരായ ഞങ്ങളുടെ ജീവിത പീഡകളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ പീഡകളുടെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയണമേ. പരിശുദ്ധാത്മാവേ, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. എല്ലാ മൂഢതയും വഷളത്വവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അവിടുന്ന് തകർത്ത് കളയണമേ. ദൈവത്തിന്റെ തെളിഞ്ഞ ബുദ്ധി ഞങ്ങൾക്ക് ലഭിക്കട്ടെ, തെളിഞ്ഞ ചിന്തകൾ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി അത്ഭുതകരമായി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നിറയണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങൾ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തന്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. പ്രൈസ് ദി ലോർഡ്. വലിയൊരു രഹസ്യമാണിത്, വലിയൊരു രഹസ്യമാണ്. ദൈവം വിപുലമായ അനുഗ്രഹങ്ങൾ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി അങ്ങ് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. വചനം പഠിപ്പിക്കുകയാണ്, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ അവരെ ഒളിച്ചു വെച്ചു. മനുഷ്യരുടെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ, ശത്രുക്കളുടെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ അങ്ങ് അവരെ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിച്ചു വെച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത് പുറപ്പാട് കാലഘട്ടത്തിൽ ദൈവം തന്റെ പ്രിയ ജനത്തെ സംരക്ഷിച്ച മാർഗം ഓർക്കുമ്പോഴാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായം, അവിടെ 19 മുതലുള്ള വാക്യങ്ങൾ. ദൈവജനം ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെങ്കടലിന്റെ തീരത്ത് വെച്ച് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടായി. ഈജിപ്ഷ്യൻ സേന അവരെ വിഴുങ്ങാൻ തക്കവിധം ചീറിയെടുത്തു. അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ഒരു അത്ഭുത കൃത്യത്തെയാണ് പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇസ്രായേൽ ജനത്തിന് മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിമ്പേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുമ്പിൽ നിന്ന് മാറി പിന്നിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റേ കൂട്ടരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. 24-ാം വാക്യം. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി.
അവരുടെ രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഹല്ലേലൂയ. ആക്രമിക്കാൻ വന്നവർ, തകർക്കാൻ വന്നവർ, ഉപദ്രവിക്കാൻ വന്നവർ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം, കാരണം കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. എന്താണ് അവിടുന്ന് ചെയ്തത്? രാത്രിയിൽ അഗ്നിയുടെയും മേഘത്തിന്റെ സ്തംഭത്തിൽ നിന്ന് ഈജിപ്ഷ്യൻ സേനയെ കർത്താവ് കണ്ണു തുറന്ന് തുറച്ചു നോക്കി. പ്രിയപ്പെട്ടവരെ, അവർ പരിഭ്രാന്തരായി, അവർ സംഭ്രാന്തരായി, അവർ ഭയവിഹ്വലരായി. അവർ പറഞ്ഞു, നമുക്ക് ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. പ്രൈസ് ദി ലോർഡ്. അതാണ് 31-ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിച്ചത്. മനുഷ്യരെ, അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിച്ചു പിടിച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങളൊന്നും ഇസ്രായേൽക്കാർ അറിയുന്നില്ല. അവർ ഒരു വലിയ പറ്റം എന്ന നിലയിൽ അവരങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, അവർ പ്രത്യേകത പ്രാർത്ഥിച്ചില്ലെങ്കിലും, അവർ ഇതൊന്നും അറിയുന്നില്ലെങ്കിലും ദൈവം അവർക്ക് വേണ്ടി വലിയ സംരക്ഷണം നൽകി അവരെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗമാണ് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച ഇസ്രായേൽക്കാരെ കുറിച്ച് നാം വായിക്കുന്നത്. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചന രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിച്ചു പിടിച്ച്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഒരു ദൈവപൈതൽ ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയപ്പോൾ ആ ദൈവപൈതലിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തൊരു നന്മയെ ആ ദൈവപൈതൽ വെളിപ്പെടുത്തുന്നത് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ആ ദൈവപൈതൽ ധ്യാനത്തിൽ വെച്ചിട്ട് ദൈവത്തിന്റെ പൊന്നോമനയായി മാറി. വെറുപ്പ് ഉപേക്ഷിച്ചു, പാപം ഉപേക്ഷിച്ചു, തിന്മ ഉപേക്ഷിച്ചു, കർത്താവിനെ ആരാധിച്ച്, കർത്താവിനെ ഹൃദയത്തിൽ പൂജിച്ച്, കർത്താവിന്റെ പൊന്നോമനയായി ധ്യാന ദിവസങ്ങളിൽ തന്നെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ കർത്താവിന്റെ പ്രിയപ്പെട്ടവനായി മാറിയപ്പോൾ കർത്താവ് ആ വ്യക്തിക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതത്തെ ചെയ്തു കൊടുത്തു. ആ വ്യക്തി ആ അത്ഭുതത്തെ രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ വ്യക്തി പറയുന്നത് എങ്ങനെയാണ്? മെയ് മാസം 21 മുതലുള്ള ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ പങ്കെടുത്തു. സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ ഒത്തിരി പ്രയാസവുമായിട്ടാണ് ഞാൻ വന്നത്. വിവാഹാലോചനകൾ ഒന്നിനു പുറകെ ഒന്നായി നടന്ന് 40-ലധികം പേരെങ്കിലും എന്നെ വന്ന് കണ്ടു. എന്നാൽ എന്റെ കല്യാണക്കാര്യം ശരിയായില്ല. ഞാൻ മനോഭാരമുള്ളവളായി മാറി. എന്റെ കുടുംബത്തിൽ ദുഃഖം തളം കെട്ടി കിടക്കാൻ തുടങ്ങി. കല്യാണം നടക്കാത്തതിന്റെ വേദന കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും ഗ്രസിച്ചു. അങ്ങനെ ദുഃഖഭാരത്തോടുകൂടെയാണ് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നത്. 40 പേരെങ്കിലും എന്നെ വന്ന് കണ്ടു. ഒന്നും ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുവാൻ തോന്നിയത്. അങ്ങനെ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ കർത്താവിന്റെ പൊന്നോമനയായി മാറി. നല്ലൊരു കുമ്പസാരം ചെയ്യാൻ എനിക്ക് സാധിച്ചു. എന്റെ ഉള്ള കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു. ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച ഞാൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഭവനത്തിൽ ചെന്നപ്പോൾ ആദ്യം കേട്ട വാർത്ത എന്റെ അമ്മ എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് വേണ്ടി നാളെ ഒരു ചെറുക്കൻ കൂട്ടര് കാണാൻ വരുന്നുണ്ട്. പിറ്റേ ദിവസം ചെറുക്കൻ കൂട്ടര് വന്നു, വിവാഹം ഉറപ്പിച്ചു. 3 മാസത്തിനുള്ളിൽ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 40 പേരെങ്കിലും വന്ന് കണ്ട് വിവാഹം നടക്കാതെ പൊറുതിമുട്ടി സങ്കടത്തിന്റെയും കണ്ണുനീരിന്റെയും നിന്ദാവചനങ്ങളുടെയും വേദന കൊണ്ട് പിറഞ്ഞിരുന്ന ഒരു വ്യക്തി, ആ കുടുംബം കർത്താവിന്റെ പ്രിയങ്കരയായി മാറിയപ്പോൾ, കർത്താവിന്റെ പൊന്നോമനയായി മാറിയപ്പോൾ അവളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു കാര്യം ചെയ്ത് 31-ാം സങ്കീർത്തനത്തിലെ 20-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം അനർത്ഥമാകാൻ കർത്താവ് ഇടവരുത്തി. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവളെ മറച്ച്. മനുഷ്യരുടെ നിന്ദാവചനങ്ങളിൽ നിന്ന്, പലതര പരിഹാസങ്ങളിൽ നിന്ന്, വേദനയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ടവളെ സംരക്ഷിക്കാൻ തക്കവിധം കർത്താവ് ഇടപെട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഒരു ദൈവമകനായി മാറിയാൽ, ഒരു ദൈവമകളായി മാറിയാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ആ വ്യക്തിയെ അത്ഭുതകരമായി അനുഗ്രഹിക്കും. അതാണ് 127:2 നാം വായിച്ചത്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് കൊടുക്കും. ആരാണ് കർത്താവിന്റെ പ്രിയപ്പെട്ടവര്? മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 17-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു. ഈശോ യോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ച് കരയ്ക്ക് കയറിയപ്പോൾ ഉണ്ടായ രംഗത്തെക്കുറിച്ച് വചനപ്രകാരമാണ് പഠിപ്പിക്കുന്നത്.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ദിസ് ഈസ് മൈ സൺ ദ ബിലവഡ് വിത്ത് ഹും ഐ ആം വെൽ പ്ലീസ്ഡ്. ദിസ് ഈസ് മൈ സൺ ദ ബിലവഡ് വിത്ത് ഹും ഐ ആം വെൽ പ്ലീസ്ഡ്. ഇതെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഈ വചനങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഒരു ക്രെഡിറ്റ്, ഈ ഒരു തസ്തിക, ഈ ഒരു പദവി ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ തിരുലിഖിതങ്ങൾ പഠിച്ചപ്പോൾ, ദൈവവചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനും നിങ്ങളും, ഈ ഭൂമിയുള്ള ഏതൊരു മനുഷ്യനും പിതാവായ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി മാറാൻ ദൈവവചനം വഴിയൊരുക്കുന്നുണ്ട്. ദൈവവചനത്തിൽ അതിനുള്ള മാർഗമുണ്ട്. ഹല്ലേലൂയ. എങ്ങനെയാണ് യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി മാറിയത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരമാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, എന്നെ അയച്ചവൻ എപ്പോഴും എന്നോട് കൂടെയുണ്ട്. കാരണം ഞാൻ അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. The one who sent me is with me. He has not left me alone, for I always do what is pleasing to him. എന്നെ അയച്ചവൻ എപ്പോഴും എന്നോടുകൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. പിതാവായ ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നവരെല്ലാം പിതാവായ ദൈവത്തിന് പ്രിയങ്കരരായി മാറും. പിതാവായ ദൈവത്തിന്റെ പ്രീതി അവരെ പിടിച്ചു പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അത് നിവർത്തിക്കുക. ഇതാണ് പിതാവിന്റെ പ്രീതി പിടിച്ചു പറ്റാനുള്ള വഴിയായി തിരുലിഖിതങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് പ്രീതി പിടിച്ചു പറ്റാനുള്ള വഴി സങ്കീർത്തനം 37:23 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് പ്രീതികരമായി ചരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന്റെ മേൽ പോലും കർത്താവ് വ്യാപരിക്കും. ഒരു ദിവസം പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് ഒരു ദൈവപൈതൽ അച്ഛനോടൊന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. പാലക്കാട് ടൗൺ ഹാളിൽ ഈ ദൈവപൈതൽ വരുമ്പോൾ ആ ദൈവപൈതലിന്റെ അവസ്ഥ എങ്ങനെയാണ്? കാലിൽ വേരിക്കോസ് വെയിൻ നിമിത്തം വളരെ ക്ലേശം അനുഭവിക്കുന്നു. കാലിൽ വേരിക്കോസ് വെയിൻ ഗുരുതരമായി, കാലിൽ പഴുപ്പും നീരും ചുവന്ന കളറുമായിട്ട് മാസങ്ങളോളം ചികിത്സയിലായിരുന്നു ഈ സഹോദരി. അങ്ങനെ ഈ സഹോദരി പാലക്കാട് ടൗൺ ഹാളിൽ ദൈവവചനം കേൾക്കാൻ വേണ്ടി വന്നപ്പോൾ മറ്റൊരു വ്യക്തിക്ക് കർത്താവ് ചെയ്ത അത്ഭുതത്തെ കുറിച്ച് ആ സഹോദരി കേട്ടു. മുക്കാട്ടുകരയിൽ നിന്നുള്ള വിൽസൺ എന്നൊരു സഹോദരന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട് കാലിലുണ്ടായിരുന്ന രോഗപീഠകളെ അത്ഭുതകരമായി സുഖപ്പെടുത്തിയ സാക്ഷ്യം ഈ സഹോദരി പാലക്കാട് ടൗൺ ഹാളിൽ നിന്ന് കേട്ടു. അപ്പോൾ ആ സഹോദരിയുടെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം, എന്റെ കാലിൽ അസുഖം ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ. ഇത്ര മാത്രമേ ആ സഹോദരി മനസ്സിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ആ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായ സംഭവം ആ സഹോദരി തന്നെ സ്വന്തം കൈപ്പടി രേഖപ്പെടുത്തി ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്റെ ദൈവം എന്റെ ആഗ്രഹം, എന്റെ ചെറിയ ആഗ്രഹം പോലും കണ്ടു. ഇന്ന് എന്റെ രോഗം പരിപൂർണമായും സുഖപ്പെട്ടിരിക്കുന്നു. എന്റെ കാലിലെ പഴുത്ത് ചുമന്ന് നീര് വന്ന് കിടന്നിരുന്ന ആ അവസ്ഥയും കാലിലെ വീക്കവും പരിപൂർണമായും വിട്ടുപോയി. ഇന്ന് ഞാൻ അത്ഭുത സൗഖ്യമുള്ളവളായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവ പൈതലിനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കുടുംബത്തിലെ ആളാണ്. ഒത്തിരി കാലങ്ങളായി പാപപേക്ഷിച്ച് കർത്താവിന്റെ വിശുദ്ധ മാർഗത്തിൽ നടന്ന് ദൈവത്തിന് ഇഷ്ടം അനുഷ്ഠിക്കുന്നതിൽ തീഷ്ണതയുള്ള ഒരു ദൈവ പൈതലാണ്. ആ ദൈവ പൈതലിന് മനസ്സിലൊരു ചിന്തയുണ്ടായുള്ളൂ, ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ. കർത്താവ് അതിനെ ആശീർവദിച്ച്. ഇത് ദൈവവചന പ്രകാരം തന്നെ. ദൈവത്തിന്റെ വചനം 1 യോഹന്നാൻ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 22-ാം വാക്യം. നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുക തന്നെ ചെയ്യും. കാരണം നാം എപ്പോഴും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും കർത്താവിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ കഴിയും. എങ്ങനെ? എപ്പോഴും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ.
ഈ ദൈവവേദന അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് മനസ്സിലൊന്ന് വിചാരിച്ചേ ഉള്ളൂ, ദൈവം ആ ആഗ്രഹത്തെ ആശീർവദിച്ച്. എന്താണ് 1 യോഹന്നാൻ 3:22 വായിച്ചത്? നാം ആവശ്യപ്പെടുന്നത് എന്തും കർത്താവ് നമുക്ക് വേണ്ടി നൽകുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. ഹല്ലേലൂയ. ദൈവം, സർവശക്തനായ ദൈവം, സർവത്തിന്റെ സൃഷ്ടാവ്, മഹത്വത്തിന്റെ കർത്താവ് മോശ പ്രവാചകന്റെ അടുത്ത് വന്ന് മോശയോട് പറയുകയാണ്. മോശ ചില കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞു, മോശയുടെ ആഗ്രഹം കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ മോശയോട് കർത്താവ് പറയുകയാണ്, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. എന്താ കാരണം? കാരണം നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നീ എന്റെ പ്രിയങ്കരനായിരിക്കുന്നു. യു ആർ മൈ ബിലവഡ്. നീ എന്റെ പ്രിയങ്കരനായിരിക്കുന്നു, നീ എന്റെ പ്രീതിപാത്രമായിരിക്കുന്നു. അതുകൊണ്ട് ഞാനിത് നിനക്ക് ചെയ്തു തരും. എങ്ങനെയാണ് മോശ പ്രവാചകൻ കർത്താവിന്റെ പ്രിയങ്കരനായി മാറിയത്? കർത്താവിന്റെ വാക്കുകളെ അനുസരിച്ച് 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 മോശ കർത്താവിന് പ്രിയപ്പെട്ടവനായി. കർത്താവിന്റെ വഴികളിലൂടെ നടന്ന് 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 മോശ കർത്താവിന് പ്രിയപ്പെട്ടവനായി. കർത്താവിന്റെ ഇംഗിതങ്ങളെ ഗ്രഹിച്ച് ഗ്രഹിച്ച് അതനുസരിച്ച് അതെല്ലാം ജീവിതത്തിൽ പ്രവർത്തിച്ച് 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 മോശ കർത്താവിന് പ്രിയങ്കരനായി. നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, അതിനാൽ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരും. നിന്നെ എനിക്ക് നന്നായി അറിയാം. ഹല്ലേലൂയ. ദൈവ ഇഷ്ടത്തോടുകൂടെ മോശയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് യേശുക്രിസ്തുവിന് മാത്രമല്ല, മോശയ്ക്കും മറ്റ് അനേകം മനുഷ്യർക്കും ദൈവത്തിന്റെ പ്രീതിപാത്രമാകാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചുത്രസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊച്ചുത്രസ്യ പുണ്യവതി ജീവചരിത്രം വായിക്കുന്നവർക്കെല്ലാം സുവിദിതമായ സംഗതിയാണത്. കൊച്ചുത്രസ്യ ദൈവത്തിന് പ്രീതികരമായി ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും ദൈവത്തെ വിഷമിപ്പിക്കാതെ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തിന്റെ പ്രീതിപാത്രമായ കൊച്ചുത്രസ്യ. അവൾ ഒരു നാൾ ദേവാലയത്തിരുന്നപ്പോൾ അവൾക്ക് മഞ്ഞ് പെയ്യുന്നത് കാണാൻ നല്ല താല്പര്യമാണ്. അവൾ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, അവൾ പിതാവിനോട് പറഞ്ഞു, അവൾ ദൈവത്തോട് പറഞ്ഞു, അങ്ങേക്ക് എന്നോട് വാത്സല്യം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ധാരാളം മഞ്ഞ് പെയ്യണം, എനിക്ക് മഞ്ഞ് പെയ്യുന്നത് കാണണം. ഒരു കൊച്ചാഗ്രഹം, ഒരു സിമ്പിൾ ഒരു കൊച്ചാഗ്രഹം. ദൈവം ആ ആഗ്രഹത്തെ ആശീർവദിച്ച്. കൊച്ചുത്രസ്യ പുണ്യവതി ദേവാലയത്തിന് പുറത്തു കടന്നപ്പോൾ ദേവാലയത്തിന് ചുറ്റിനും മഞ്ഞ് പെയ്തിറങ്ങുന്ന കാഴ്ചയാണ് കൊച്ചുത്രസ്യ കണ്ടത്. അത് മഞ്ഞ് പെയ്യുന്ന കാലമല്ലായിരുന്നു, അത് മഞ്ഞിന്റെ കാലഘട്ടമായിരുന്നില്ല. എങ്കിലും കൊച്ചുത്രസ്യയുടെ ആഗ്രഹത്തെ കർത്താവ് ആശീർവദിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 യോഹന്നാൻ 3:22 വായിച്ചത് ഓർമ്മിക്കുന്നില്ലേ? നാം ആവശ്യപ്പെടുന്നത് എന്തും കർത്താവ് നമുക്ക് വേണ്ടി നൽകുക തന്നെ ചെയ്യും. കാരണം നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായി പ്രവർത്തിക്കുകയും ചെയ്യും. നാം അവിടുത്തെ പ്രീതി പിടിച്ചു പറ്റണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നാം ദൈവത്തിന് പ്രിയങ്കരായിരുന്നാൽ, നാം ദൈവത്തിന് പ്രീതിയുള്ളവരായാൽ, നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരായാൽ ഈ ലോകത്തിലേക്കും വെച്ച് ഒരു ദൈവത്തിൽ ലഭിക്കാവുന്ന ഉന്നതമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ നേട്ടമായിരിക്കും അതെന്ന് ദൈവമക്കളെ ഓർമ്മിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ദൈവവിളിയാണത്. ഞാനും നിങ്ങളും കർത്താവിന്റെ പ്രിയപ്പെട്ടവരായി മാറണം. ഞാനും നിങ്ങളും കർത്താവിന് പ്രിയങ്കരായി മാറണം. കർത്താവിന്റെ പ്രിയപ്പെട്ടവർ എന്നുള്ളതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനപ്പേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ ബിലവഡ് ഓഫ് ദി ലോർഡ്. എനിക്കും നിങ്ങൾക്കും ആ ഒരു വലിയ ഭാഗ്യം കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിലൂടെ നൽകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, ദുർബലരായ ഞങ്ങൾ, ക്ഷീണിതരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ പ്രിയപ്പെട്ടവരായി മാറണം, ഞങ്ങൾക്ക് അങ്ങയുടെ പ്രീതിപാത്രമായി മാറണം, ഞങ്ങൾക്ക് അങ്ങയുടെ കൽപ്പനകളെ അനുസരിക്കണം, അങ്ങയുടെ വചനങ്ങളിലൂടെ നടക്കണം, അങ്ങയുടെ മാർഗത്തെ തേടണം, അങ്ങയെ ആരാധിക്കണം, അങ്ങയുടെ പ്രീതിപാത്രമായി മാറണം, അങ്ങയുടെ പ്രീതി അങ്ങ് നേടിയെടുക്കണം. അതിനായി പരിശുദ്ധാത്മാവനയച്ച് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളുടെ മേലും പാപവഴികൾ വിട്ട് ദൈവമാർഗത്തിലേക്ക് പിന്തിരിയാനുള്ള അഭിഷേകം നൽകണമേ. പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായം 16-ാം വാക്യം, ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവരാകട്ടെ പാപത്തിൽ മുഴുകി. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവരാകട്ടെ പാപത്തിൽ മുഴുകി. കർത്താവെ, പാപത്തിൽ മുഴുകുന്ന ഏതെങ്കിലും ദൈവപൈതലുണ്ടെങ്കിൽ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാപവഴികൾ വിട്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാകാനുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. കാരുണ്യമേ ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ്ഭാവമേ, കനിവിന്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ്ഭാവമേ. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഏവർക്കും സ്വർഗീയമായ അഭിഷേകങ്ങളും സ്വർഗീയമായ ഇടപെടലുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവം നൽകുന്നു. പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഞങ്ങളുടെ മനസ്സുകളിൽ കുടുങ്ങിക്കിടക്കുന്ന തെറ്റായ എല്ലാ ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും വിട്ടുപോകട്ടെ. ഞങ്ങളുടെ മനസ്സിന്റെ മണ്ഡലങ്ങളെയും ജീവിതത്തിന്റെ മേഖലകളെയും ഇപ്പോൾ അത്ഭുതകരമായി അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുത്തെ അത്ഭുതങ്ങളാൽ നിറയ്ക്കണമേ. കുടുംബങ്ങളിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ. രോഗികൾക്കായി അവിടുന്ന് അത്ഭുതങ്ങൾ വാരി വിതരണമേ. കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും സമാധാനം കെട്ടുപോയ അവസ്ഥകളിലും ഇരുന്ന് വലിയ ഭാരത്തോടെ അങ്ങേ വിളിക്കുന്നവരെ അവിടുന്ന് ഇപ്പോൾ കരുണാമസൃണമായി സ്പർശിക്കണമേ. അങ്ങയുടെ കരുണ ലോകം മുഴുവൻ ഇപ്പോൾ അനുഭവിക്കട്ടെ. അങ്ങയുടെ ശക്തിയുടെ സന്തോഷം ലോകം മുഴുവൻ ഇപ്പോൾ അനുഭവിക്കട്ടെ. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയാരവങ്ങൾ ഉയരട്ടെ. വിലപിച്ചിരുന്നവരുടെ അധരങ്ങളിൽ കീർത്തനങ്ങൾ ഉയരട്ടെ. ദുഃഖം സന്തോഷമായി മാറട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തിന്മകൾ വിട്ടുപോകട്ടെ. അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് അറിയുന്നവരും അറിയാത്തവരും വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും സകലരും ഇപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കൈകൾ ഉയർത്തി ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയെ ആശ്രയിക്കുവാൻ, ദൈവത്തെ ആശ്രയിക്കുവാൻ, അങ്ങയെ ആശ്രയിക്കുവാൻ ദൈവമക്കൾക്കായി ഇപ്പോൾ അനുഗ്രഹങ്ങൾ നൽകണമേ. രോഗമുള്ളവർക്ക് വേണ്ടി അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ കർത്താവേ. ദുഃഖിതർക്ക് വേണ്ടി അങ്ങയുടെ കൈകൾ നീട്ടണമേ കർത്താവേ. ഇന്ന് ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അങ്ങയുടെ കൈകൾ നീട്ടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, വിശ്വസിക്കാൻ പറ്റാത്തവർ, നിലവിളിക്കാൻ പറ്റാത്തവർ, ഹൃദയം തുറക്കാൻ പറ്റാത്തവർ, വചനത്തെ ആശ്രയിക്കാൻ പറ്റാത്തവർ, ദൈവത്തെ ആശ്രയിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ ദൈവത്തിന്റെ കൃപ ലഭിക്കട്ടെ. തിന്മകൾ വിട്ടുപോകട്ടെ. മദ്യപാനികൾ, ചീട്ടുകളിക്കാർ, പലതരത്തിലുള്ള ദുശീലങ്ങളിൽ ഇരിക്കുന്നവർ, ഹൃദയം തകർന്നിരിക്കുന്നവർ, ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. കാരുണ്യമേ ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ്ഭാവമേ, കനിവിന്റെ കൂദാശയേ. പ്രൈസ് ദി ലോർഡ്. സഹീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അട്ടപ്പാടി മലമുകളിൽ പാലക്കാട് രൂപതയുടെ ധ്യാനകേന്ദ്രമായ ഈ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ എല്ലാ മാസങ്ങളിലും ഫസ്റ്റ് വീക്ക് ഒഴിച്ചുള്ള എല്ലാ ആഴ്ചകളിലും ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾ നടക്കുന്നു. ഓരോ ധ്യാനത്തിലും 200 പേർക്കുള്ള
താമസ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ കൂടുതൽ ആളുകൾ വന്നാൽ മടക്കി വിടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനങ്ങൾ കൂടുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂറായി 50 രൂപ അയച്ച് ധ്യാനം ബുക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ധ്യാനത്തിന്റെ 15 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ മണി ഓർഡർ അയച്ച് ധ്യാനം ബുക്ക് ചെയ്ത് മണി ഓർഡറിന്റെ മടക്ക രസീത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരേണ്ടതാണ്. നിങ്ങൾ മണി ഓർഡർ അയക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം മണി ഓർഡറിൽ ഉണ്ടായിരിക്കണം. ഏത് ഡേറ്റിലുള്ള ധ്യാനത്തിലാണ് നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായും മണി ഓർഡർ ഫോമിൽ രേഖപ്പെടുത്തിയിരിക്കണം. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ ഫോൺ നമ്പറും മണി ഓർഡർ ഫോമിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. മണി ഓർഡർ ഫോമിന്റെ മടക്ക രസീത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ധ്യാനത്തിന് പുറപ്പെടുകയേ ചെയ്യരുത്. ഫോൺ വഴിയുള്ള ബുക്കിംഗ് എടുക്കുന്നതല്ലായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.